കർക്കിടകത്തിൽ ശരീരബലവും ദഹനശേഷിയും കുറയും. തേച്ചുകുളി വേണം. ആരോഗ്യം ശ്രദ്ധിക്കണം. കർക്കിടകമെത്തി. മഴയും തണുപ്പുമൊക്കെ ആയി. കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് കർക്കിടകത്തിൽ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യതയേറെയായതിനാൽ ഈ മാസത്തിൽ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ശ്രദ്ധ വേണം. പൊതുവെ ശരീരബലവും ദഹനശേഷിയും കുറഞ്ഞ മാസമാണ് കർക്കിടകം. രോഗപ്രതിരോധ ശേഷി കൂട്ടി ത്രിദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തി ശരീരത്തിന് പുത്തനുണർവു പകരാനുള്ള വഴികളാണ് കർക്കിടകത്തിലെ സുഖചികിത്സയും മരുന്നുകഞ്ഞി സേവയും. ദശപുഷ്പങ്ങളായ പൂവാങ്കുറുന്തൽ, കറുക, കയ്യോന്നി, മുയൽച്ചെവിയൻ, വിഷ്ണുകാന്തി, ചെറുള, തിരുതാളി, ഉഴിഞ്ഞ, മുക്കൂറ്റി, നിലപ്പന എന്നിവയുടെ നീരും ഗോതമ്പ്, ഞവരയരി, യവം, മുതിര തുടങ്ങിയ ധാന്യങ്ങളും പഞ്ചകോലം, ജീരകം, അയമോദകം, ഉലുവ തുടങ്ങിയ മരുന്നുകളും നെയ്യുമൊക്കെ കർക്കിടക കഞ്ഞിയുടെ ചേരുവകളാണ്. വാദശമനത്തിനായി തേച്ചുകുളി നടത്തുന്നത് കർക്കിടകത്തിലെ ആരോഗ്യ പരിപാലനത്തിൽ ഉൾപ്പെടുന്നു. ദന്നാന്തരം കുഴമ്പ്, പ്രഭജ്ഞന വിമർദ്ദനം കുഴമ്പ്, കൊട്ടം ചുക്കാതി തൈലം തുടങ്ങിയവ ഉപയോഗിച്ചുള്ള തേച്ചുകുളിയാണ് നടത്തുക. ഇലക്കറികൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. വിവിധ ഇനം ഇലകൾ ഉപയോഗിച്ച് 10 ഇലക്കറി ഉണ്ടാക്കി കഴിക്കുന്ന രീതിയുമുണ്ട്. കർക്കിടകത്തിലെ ചിട്ടകൾ പാലിച്ചാൽ അത് വർഷം മുഴുവനും ഉന്മേഷവും ആരോഗ്യവും പകരുമെന്നാണ് വിശ്വാസം. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നാണ് ചൊല്ല്. എന്നാൽ എല്ലാ ദുർഘടങ്ങളിൽ നിന്നും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും കർക്കിടകത്തിൽ നമ്മെ സംരക്ഷിക്കാൻ വീട്ടിൽ തന്നെ ചില വഴികളുണ്ട്. കർക്കിടകത്തിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. കർക്കിടക മാസം ആരോഗ്യ പരിപാലനത്തിന് അനുയോജ്യമായ മാസമാണ്. രോഗസാധ്യത ഏറെയുള്ള മഴക്കാലത്ത് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒന്നുകൂടിയാണ് ഈ മാസത്തിലെ ആരോഗ്യ സംരക്ഷണം. ഔഷധക്കഞ്ഞി. കർക്കിടകത്തിൽ ഔഷധക്കഞ്ഞി പ്രധാനമാണ്. ഉലുവാക്കഞ്ഞി, ജീരകക്കഞ്ഞി, കഞ്ഞിയും ചെറുപയറും, പൊടിയരിക്കഞ്ഞി എന്നിവ നല്ലതാണ്. 10 ഇലക്കറി. താള്, തകര, തഴുതാമ, ചേന, കുമ്പളം, ചീര, പയർ, മത്തൻ, കൊടിത്തൂവ എന്നിവയാണ് 10 ഇലകളിൽ പെടുന്നത്. പയറുവർഗ്ഗങ്ങൾ. പയറുവർഗ്ഗങ്ങൾ കർക്കിടകത്തിൽ പ്രധാനമാണ്. മുതിര, ചെറുപയർ, കടല എന്നിവ മുളപ്പിച്ചു കഴിക്കുന്നത് ശരീരത്തിന് ഏറെ നല്ലതാണ്. മാംസവും പച്ചക്കറികളും ഉപയോഗിച്ച് സൂപ്പുണ്ടാക്കി കഴിക്കുന്നതും അത്യുത്തമം. മോര് ധാരാളമായി കുടിക്കുന്നത് കർക്കിടകത്തിൽ നല്ലതാണ്. പ്രകൃതിയെ സംബന്ധിച്ച് നവജീവന്റെ കാലമാണ് മഴക്കാലം. സസ്യ വൃക്ഷ ലതാദികൾക്ക് പുതുമുളയും പുതുവേരോട്ടവും തളിരും ഉണ്ടാകുന്ന കാലം. കൃഷിക്കാർ പലതരം വിളകൾ പുതുതായി നടുന്ന സമയം. അതേപോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യവും. ശരീരത്തിന് നവജീവനും നവീകരണവും പുഷ്ടിയും ഉണ്ടാക്കാനാണ് ഔഷധസേന മുതൽ ഉഴിച്ചിൽ വരെയുള്ള കാര്യങ്ങൾ. രോഗം വന്നിട്ടു ചികിത്സിക്കുന്നതല്ല, രോഗം വരാതിരിക്കാൻ നോക്കുന്നതാണ് നല്ലത് എന്ന ആയുർവേദ ചിന്ത തന്നെ ഇതിൻ്റെ അടിസ്ഥാനം. കള്ളക്കർക്കിടകമെന്നും വറുതിയുടെയും ദുരിതത്തിൻ്റെയും കാലമെന്നുമൊക്കെ മഴക്കാലത്തെപ്പറ്റി പറയുമെങ്കിലും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മാസം കൂടിയാണെന്ന് സാരം.